ഉം, കഴിഞ്ഞ വർഷം ഇപ്പൊ 1 വർഷം ആയില്ല എന്റെ അച്ചച്ച സിജുമൻ കോവിഡായിട്ട് മരിച്ചിട്ട്. എന്നെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാ ഞാൻ വിചാരിച്ചേ. ആഹ്, ആം, ശരിക്കും നിങ്ങക്കൊക്കെ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഓർക്കുന്നുണ്ടാവും. ഞാൻ എന്റെ അച്ചച്ച ഹോസ്പിറ്റലായി ഒരു 39 ഡേയ്സ് ഒക്കെ ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്തൊക്കെ ദൈവം എന്നെ നടത്തിയതും എനിക്ക് തന്നെ ഒരു ഭയങ്കര അത്ഭുതമാ. എങ്ങനെയായിരുന്നു എന്റെ ശരിക്കുള്ള സ്വഭാവം അല്ല. ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര കാമായിരുന്നു. ആഹ് അപ്പം ആഹ് ആഹ് എന്റെ അച്ചച്ചന്റെ ഫ്യൂണറൽ ദിവസം ഞാൻ കർത്താവിനെ പ്രൈസ് ചെയ്ത് പാട്ടുപാടി. ആഹ് അച്ചച്ചന്റെ ബോഡിയുടെ മുമ്പിൽ സല്യൂട്ട് ചെയ്തു. അപ്പം പലരും ഒക്കെ അതിനെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടാവും, ഉയ്യോ എന്തൊരു ബോൾഡാ, എന്തൊരു ബ്രേവാ, അങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങള് എനിക്ക് എന്നെക്കുറിച്ച് ഷെയർ ചെയ്യാനുണ്ട്. അതൊക്കെ നിങ്ങൾ ഒത്തിരി എൻകറേജ് ചെയ്യുമെന്ന് തോന്നി. അതുകൊണ്ടാ. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞൊരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴാ എനിക്ക് ശരിക്കും സങ്കടം വരാൻ തുടങ്ങിയത്. അപ്പം സങ്കടം വരുവാന്ന് വെച്ചാ ഞാൻ എപ്പോഴും എന്റെ കണ്ണ് നിറയുവാ. എനിക്ക് കുറേ ചോദ്യങ്ങളുണ്ട് ദൈവത്തിനോട്. ഞാൻ ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. പക്ഷെ ദൈവം എന്ത് കരുണയുള്ള സ്നേഹമുള്ള ദൈവം, അതിനൊക്കെ എന്നോട് പേഷ്യന്റ് ആയിട്ട് ദൈവം ഉത്തരം പറഞ്ഞു. ദൈവം എന്റെ ഒരു പൊട്ട ചോദ്യത്തിന് പോലും ദൈവം ആൻസർ തരാതിരുന്നില്ല. അപ്പം എന്നോട് ദൈവം സംസാരിച്ച ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അന്നേ എന്നോട് കർത്താവ് പറഞ്ഞായിരുന്നു, ഡിഫൻഡർ ഓഫ് വിഡോസ്, ഫാദർ ടു ദ ഫാദർലെസ്, ഗോഡ് ഇൻ ഹിസ് ഹോളി ഹാബിറ്റേഷൻ, സങ്കീർത്തനം 68:5. അപ്പം എന്റെ ഒരു ഭയങ്കര ഒരു നീഡെന്ന് വെച്ചാൽ എല്ലാരും വിചാരിക്കും, അയ്യോ ഇനി ഇവരെങ്ങനെ ജീവിക്കും, ഫിനാൻഷ്യലി ജോലി ഇല്ലല്ലോ, അങ്ങനെയൊക്കെയാ എല്ലാരും വിചാരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു ശരിക്കും ഒരു നീഡ്, ഒരു ഇമോഷണൽ നീഡായിരുന്നു. എനിക്ക് തന്നെ ഡിസിഷൻസ് എടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ദൈവം എന്തു കരുണയുള്ള ദൈവം, എന്റെ ഒരു ഡിസിഷൻ പോലും ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആവാതെ എന്ന് വെച്ചാ ദൈവം ഓരോ ആ നീഡിന്റെ ആ കൃത്യ സമയത്ത് തന്നെ ദൈവം എനിക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുമായിരുന്നു. അപ്പം ശരിക്കും ദൈവം ഈ തള്ളയാടുകളെ മെല്ലെ നടത്തുമെന്ന് പറയത്തില്ലേ, അങ്ങനെ തന്നെ എന്നെ നടത്തുമായിരുന്നു. എനിക്ക് ദൈവത്തിനോട് ഒത്തിരി നന്ദിയുള്ളൂ. അപ്പം 3 വീക്സ് കഴിഞ്ഞിട്ട് ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ആ ഫ്യൂണറലിന്റെ ദിവസം കണ്ട സോഫിയൊന്നും അല്ല. എന്നെ വിളിക്കുന്നവരോടൊക്കെ ചിലരോടൊക്കെ ഞാൻ കരയുക, ഫോണിൽ കൂടെ കരയുക. പക്ഷെ ഞാനപ്പോ ദൈവത്തിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്നോട് ചെയ്ത ഒരു ഭയങ്കര ചതിയല്ലേ, എന്തിനാ ഇങ്ങനെ ദൈവം എന്നോട് ചെയ്ത്? അപ്പൊ കർത്താവിനോട് കാണിച്ചു തന്ന 2 കാര്യങ്ങളാ. ഒന്ന് കർത്താവിനോട് ചോദിച്ചു, മറിയ, യേശുവിന്റെ അമ്മ മറിയ, ഒരു മകനെ വളർത്തി 33 വയസ്സായപ്പം സ്വന്തം കണ്ണി മുന്നിലാ കുരിശി മരിക്കുന്നത് അല്ലേ? ആ ഒരമ്മ എന്ത് സങ്കടത്തിൽ കൂടെ പോയത്. കർത്താവ് ഒരു തെറ്റും ചെയ്യാതെ പോയി. അപ്പം എന്റെ ഒരു കാര്യം കർത്താവ് അങ്ങനെ ആൻസർ ചെയ്തു. പിന്നെ എന്നോട് കർത്താവ് കാണിച്ചു തന്നത്, യേശു കുരിശിൽ മരിക്കുമ്പം നമ്മുടെ എല്ലാം വിചാരം ആ കുരിശിൽ അനുഭവിച്ച വേദന, ശരീരത്തിൽ ഉണ്ടാക്കിയ വേദന. പക്ഷെ അതിനേക്കാളും ഒരു ഭയങ്കര വേദന ഉണ്ടായിരുന്നു. കർത്താവ് പിതാവുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ. അതായിരുന്നു ഏറ്റവും സഹിക്കാൻ പറ്റാത്ത, നമുക്കൊന്നും മനസ്സിലാവാൻ പറ്റാത്ത ഒരു വേദന. കർത്താവ് എന്റെ മുന്നേ പോയി അതിൽ കൂടെ നടന്ന് എനിക്ക് മുമ്പേ ഒരു എക്സാമ്പിൾ എനിക്ക് കാണിച്ചു തന്നതാ. അപ്പോ തീർച്ചയായിട്ടും അതോടെ ഞാനൊന്ന് സമാധാനിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് എന്റെ കുറവുകൾ എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി. എന്റെ കുറവെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കും. അതാ എന്റെ ഒരു പൊതുവെയുള്ള നേച്ചർ. പക്ഷെ അത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു സെൽഫ് റൈച്ചസ് പേഴ്സൺ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷെ ദൈവം എന്നെ ഓരോന്ന് കാണിച്ചു തരാൻ തുടങ്ങി. ഇപ്പം ഓരോ ചെറിയ ഇൻസിഡന്റിലും ദൈവം എന്റെ കുറവ് അവിടെ കാണിച്ചു തരുന്നത്. എനിക്ക് തിരിച്ചു കർത്താവിനോട് ഒന്നും പറയാനില്ല.
കർത്താവേ എന്റെ ആ തെറ്റ്. അപ്പൊ ഈ തെറ്റുകൾ കൂടുതലും ദിവസവും എനിക്ക് കാണിച്ചു തരുക. ഓരോരോ തെറ്റുകൾ കാണിച്ചെന്ന് എനിക്ക് ഞാനൊരു കർത്താവിന്റെ മുഖത്തോട്ട് നോക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ടായി. ഇപ്പൊ അന്നൊരു ഇൻസിഡന്റ് ഉണ്ടായി. ആ ഇൻസിഡന്റിൽ ഞാൻ ഭയങ്കര ബ്രോക്കൺ ആയി. എന്ന് വെച്ചാ ഒരു തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയോട് ഞാൻ വളരെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു അയ്യോ! ഞാൻ ഇത്രയും ഒരു വൃത്തികെട്ട വ്യക്തിയാണല്ലോ, ഇത്രയും ഒരു കുറവുള്ള ഒരാളാണല്ലോ. എനിക്ക് അത് ഓർക്കുമ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാത്തെ. അതും ഞാനങ്ങ് ഒരു ഭയങ്കര സങ്കടത്തിലോട്ട് പോവായിരുന്നു. അപ്പം ഒരു ദിവസം ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പം എനിക്ക് പല്ലിലൊരു ക്യാവിറ്റി ഉണ്ട്. അപ്പം ഡോക്ടറെ അടുത്തപ്പോ ഈ ഡോക്ടറെ ഡെന്റിസ്റ്റിനെ നമുക്ക് പണ്ട് മുതലേ എന്റെ കല്യാണത്തിനൊക്കെ മുമ്പേ എന്റെ അച്ഛനെയൊക്കെ അറിയാവുന്ന ഡോക്ടറാ. അപ്പം ആ ഡോക്ടർ ഇപ്പം ചെന്നപ്പം എന്നോട് ആദ്യം കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പിന്നെ പതുക്കെ പിള്ളേരെങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഓരോ വിശേഷമൊക്കെ ചോദിച്ചിട്ട് എന്റെ അടുത്ത് എന്റെ ഫാമിലി എന്റെ ചേച്ചിയും എന്റെ ചേച്ചീനെയൊക്കെ അറിയാം എങ്ങനെ ഇരിക്കുന്നു. അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡിന് റീസെന്റ് കുറച്ചു നാളായിട്ട് ഡിമെൻഷ്യ ഡയഗ്നോസ് ചെയ്തു. ഇപ്പൊ ഒരു വല്ലാത്തൊരു കണ്ടീഷനിലാണ് അവരുടെ. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് എനിക്ക് കരച്ചിൽ വരാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും ഞാൻ അങ്ങനെ ചിലപ്പോ ഒക്കെ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്കതൊരു ഈ പ്രൊസീജിയർ കഴിയുന്നവരെ ഞാൻ കരയുമായിരുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ സോബ് ചെയ്തുകൊണ്ട് അങ്ങനെയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർക്ക് ഒന്നും അവിടെ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്റെ അടുത്ത്. ഞാനും അവസാനം സംഹൗ അതങ്ങ് കഴിഞ്ഞു പോന്നു. ഞാനിപ്പോ തിരിച്ചെത്തിയിട്ട് ഞാൻ ദൈവത്തിനോട് അങ്ങ് ചോദിക്കുമായിരുന്നു, കർത്താവേ എന്താ എന്റെ കുറവ്? എന്റെ കുറവാണോ എന്റെ അച്ഛനെ കർത്താവ് വേഗം കൊണ്ടുപോയത്? അപ്പം എന്നോട് കർത്താവ് ഇടപെട്ടൊരു കാര്യം, ആദ്യം ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, കർത്താവേ എനിക്ക് എന്റെ പേര് സോഫിയ എന്നാ. സോഫിയ എന്ന വാക്കിന്റെ അർത്ഥം വിസ്ഡം എന്നാ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കാത് എനിക്ക് ഒരു വിസ്ഡമും ഇല്ല, ദൈവത്തിന്റെ ഒരു വിസ്ഡമും ഇല്ല. ഞാൻ എന്ത് ഫൂളിഷ് ആയിട്ടാ പല പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്റെ പേര് ഒരു കളിയാക്കാൻ ഇട്ട പേര് പോലെയാണല്ലോ എന്നൊക്കെ. അപ്പം കർത്താവിനെ കാണിച്ചിരുന്ന ഒരു വാക്യ, ഗോഡ് ഹാസ് ചോസൻ ദ ഫൂളിഷ് തിങ്സ് ഓഫ് ദിസ് വേൾഡ് ടു ഷെയിം ദ വൈസ്. കർത്താവ് ചൂസ് ചെയ്ത ഈ ലോകത്തിലെ ഫൂളിഷ് ആയിട്ടുള്ള, ഇപ്പം എനിക്ക് അത് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാര്യം ഞാൻ അതിലൊന്നാണല്ലോ. പിന്നെ കർത്താവ് എന്നെ കാണിച്ചു തന്നത് ജെഫ്ത, അതായത് ഈ എബ്രായ ലേഖനത്തിലെ ഒരു കുറെ ഹോൾ ഓഫ് ഫെയ്ത്തില് കുറച്ചു പേരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ വിശ്വാസത്തില്. അപ്പം അതില് ഒരു ജെഫ്ത എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പം ഞാനത് ന്യായാധിപന്മാരുടെ പുസ്തകത്തില് 11-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അതിൽ ജെഫ്തയെ കുറിച്ച് പറയുന്നുണ്ട്. ജെഫ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം യുദ്ധം ജയിച്ചു വരുമ്പം ഞാൻ ആദ്യം കാണുന്ന അതിനെ സാക്രിഫൈസ് ചെയ്തോളാം എന്ന് പറയുമ്പം, യുദ്ധം ജയിച്ചു വരുമ്പം സ്വന്തം മോളെയാ കാണുന്നത്. ആ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. ആ കുട്ടി അതനുസരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ജെഫ്താനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ള പ്രസംഗം എന്ന് വെച്ചാൽ ഒരു മണ്ടൻ പൊട്ടത്തരം കാണിച്ചു, സ്വന്തം മോളെ തന്നെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഹോൾ ഓഫ് ആ വിശ്വാസത്തിന്റെ ആ കാര്യങ്ങൾ പറയുമ്പോൾ ആ മനുഷ്യനെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്നിൽ പല കാര്യങ്ങളും വൈസ് അല്ല, പക്ഷെ ദൈവം എന്നെ കാണിച്ചെന്ന ദൈവത്തിന്റെ വിസ്ഡം അല്ല, ദൈവത്തിന്റെ ഫൂളിഷ്നെസ് മനുഷ്യന്റെ വിസ്ഡത്തിനേക്കാൾ ഒത്തിരി വലുതാ. അപ്പം കുറെ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. എല്ലാത്തിനും നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കണ്ട. കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതാ. അപ്പം ദൈവം എന്നെ ആശ്വസിപ്പിച്ചു അങ്ങനെ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെയും ഇങ്ങനെ നമ്മളെ ഈ ശരിക്കും പിശാചിന്റെ ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദൈവത്തിന്റെ ഗുഡ്നെസ്സിനെ ഡൗട്ട് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പിന്നെയും സങ്കടത്തിലായി. എന്റെ കർത്താവ് എന്താ എന്റെ കുറവ്? ശരിക്കും പറഞ്ഞാൽ കുറവുകളേ ഉള്ളൂ. പക്ഷെ എന്നാലും ദൈവത്തിന് എന്റെ അച്ഛനെ കൊണ്ടുപോവാതെ ഇവിടെ നിർത്താറുന്നില്ലേ? അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ, ഞാനിത് ആരോടും ചോദിക്കത്തില്ല, ദൈവത്തിനോടാ ചോദിക്കുന്നത്. അപ്പം ദൈവം എന്നെ കാണിച്ചെന്ന ഒരു കാര്യമാണ് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് അതിലൊരു നാബോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഹാബ് നാബോത്തിനോട് ഇൻഹെറിറ്റൻസ് അയാൾക്ക് കിട്ടിയ ആ സ്ഥലം രാജാവിന് കൊടുക്കാൻ. അപ്പം നാബോത്ത് പറയും, എനിക്ക് എന്റെ അപ്പന്മാര് തന്ന സ്ഥലം ഇൻഹെറിറ്റൻസ് ഞാൻ കൊടുക്കത്തില്ല. അത് ദൈവം ഫോർബിഡ് ചെയ്യുന്ന കാര്യമാണ്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിനെതിരാ. അപ്പൊ രാജാവിനോട് പോലും അത് പറയാൻ ആ മനുഷ്യന് ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ മനുഷ്യന്റെ മരണം എങ്ങനെയായിരുന്നു അറിയോ?
അഹാബിന്റെ വൈഫ് ജെസബേല് ഒരു സ്കീം ചെയ്തിട്ട് ഒരു അവസാനം ആളുകളെ കൊണ്ട് ഒരു കല്ലെറിഞ്ഞു കൊന്ന് അവസാനം നായ്ക്കള് വന്ന് ആ മനുഷ്യന്റെ രക്തം കുടിക്കുമായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയ നിയമത്തില് നമുക്ക് ബ്ലെസ്സിങ്സും കേഴ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. നല്ലത് ചെയ്ത ബ്ലെസ്സിങ്, ചീത്ത ചെയ്ത കേഴ്സ്. പക്ഷെ ആ മനുഷ്യൻ ദൈവത്തിന്റെ വചനം അനുസരിക്കുമായിരുന്നു. എന്നിട്ടും പഴയ നിയമത്തിൽ ആ മനുഷ്യന്റെ ബ്ലഡ് നായ കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കേഴ്സ്ഡാ. പക്ഷെ എന്നിട്ടും നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവും ദൈവത്തിനെ അനുസരിച്ചതിന്റെ ഒരു പ്രതിഫലമാണ്. ഇപ്പം ശരിക്കും ഇന്നലെയും ദൈവം എന്നെ സ്ട്രെങ്തൻ ചെയ്ത് ഈ വചനത്തിലാ. എനിക്ക് എന്റെ അച്ഛച്ചന്റെ ആ സമയത്ത് ഹോസ്പിറ്റലൊക്കെ ആയിരിക്കുമ്പം എനിക്ക് തന്നെ എന്റെ ബിഹേവിയറിൽ പിന്നീട് ആലോചിച്ച് നോക്കുമ്പം ഞാൻ എങ്ങനെയാ ഇങ്ങനെ ഇപ്പം എങ്ങനെ പെരുമാറിയെന്നൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എന്നെ ദൈവം ഓർപ്പിച്ച ഒരു കാര്യം, പണ്ടൊരു ദിവസം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്റെ അച്ഛച്ച എന്റെ ചേച്ചിയും മോളും കൊല്ലത്തുനിന്ന് ഇവിടെ വീട്ടിൽ വന്നു. അപ്പൊ അവര് രാവിലെ വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുക. അപ്പം കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴി അപ്പം രാവിലെ ഒരു 5 മണി, ഒരു ഇരുട്ടുള്ള സമയം. അപ്പം ഒരു പറവൂർക്കാലം എന്ന് പറഞ്ഞൊരു നമ്മുടെ ആലുവയിൽ ഒരു ജംഗ്ഷനിൽ എത്തിയപ്പം പെട്ടെന്ന് ശരിക്കും അച്ഛച്ചൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ സ്റ്റിയറിംഗിന്ന് കൺട്രോള് അങ്ങ് പോയ പോലെ തോന്നി. എന്നുവെച്ചാൽ വേറൊരു ശക്തി, ഒരു ബലം ഇങ്ങനെ പിടിച്ചേക്കുന്നു ആ സ്റ്റിയറിംഗില് എന്ന് തോന്നി. എന്നിട്ട് കുറച്ച് ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടേണിങ്ങിൽ ഒരു ലൈറ്റ് ഒന്നും ഇല്ലാതെ വലിയൊരു കണ്ടെയ്നർ ലോറി ഇങ്ങനെ തിരിഞ്ഞ് സ്പീഡിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ അച്ഛച്ചനെ സ്റ്റിയറിംഗിന് വെട്ടിച്ചങ്ങ് കൊണ്ടുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ആ സ്റ്റിയറിംഗ് സ്വന്തം കൺട്രോളിൽ എത്തിയെന്ന് മനസ്സിലായി. അപ്പം ദൈവം എന്നെ ഓർപ്പിക്കുന്നത്, ആ ദിവസങ്ങളില് എന്റെ കൺട്രോളിലായിരുന്നില്ല ആ സ്റ്റിയറിംഗ്. കർത്താവ് ഞാനൊരു വലിയ വീഴ്ചയിലൂടെ പോകുമ്പം, അല്ലെങ്കിൽ വലിയൊരു സങ്കടത്തിൽ കൂടെ പോകുമ്പോ കർത്താവിന്റെ കൈ എനിക്ക് താങ്ങായിരുന്നു ആ ദിവസങ്ങളില്. അപ്പം ദൈവം എന്താ പറയാ, ശരിക്കും നമുക്ക് എപ്പോഴും ദൈവത്തിനെ കുറിച്ച് ഓർക്കുമ്പം നമുക്ക് ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നു, നമുക്ക് നന്ദി പറയാനുണ്ട്. പക്ഷെ നമ്മളെ ദൈവം ആക്ച്വലി, ഞാൻ ഇതൊക്കെ ഷെയർ എന്തിനാന്ന് വെച്ചാൽ, നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്. എന്നും ഇൻഫൻസ് ആയിട്ടിരിക്കാനല്ല, നമ്മള് വിളിച്ചേക്കുന്ന യങ് മെൻ ആവാനും ഫാദേഴ്സ് ആവാനും ഒക്കെയാ. അപ്പം എനിക്ക് അച്ഛച്ച ഹോസ്പിറ്റൽ ആവുന്നതിന് മുമ്പേ ഞാനിങ്ങനെ ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛച്ച ഇപ്പൊ എനിക്ക് എന്തായിരുന്നു അച്ഛച്ച കർത്താവ് സംസാരിച്ചെന്ന് ചോദിക്കുമ്പം അച്ഛച്ച എന്തെങ്കിലും ഒരു മുത്തുകൾ തരും, ഇങ്ങനെ ക്യാപ്സ്യൂൾ പോലെ എന്നോട് ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ ആ ദിവസങ്ങളില് ഞാൻ ഇങ്ങനെ അച്ഛൻ ചോദിക്കാം, എന്താ അച്ഛച്ച ഇപ്പൊ കർത്താവ് പറയുന്നേ, എന്താ അച്ഛൻ? അപ്പം അച്ഛൻ പറയും, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, സൈലൻസ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ ഈ സൈലൻസ്? അപ്പൊ അച്ഛച്ച പറയും, അത് ഒരു വേർഷിപ്പിന്റെ ഒരു അറ്റ്മോസ്റ്റ് ആണ്. അവിടെ സൈലൻസ്, അവിടെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, ആ റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്റെ സങ്കടത്തില് എന്റെ ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം തരുന്നുണ്ട്, എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എത്തേണ്ട ഒരു മെച്യൂരിറ്റി, ഇനി ആൻസർ കിട്ടിയില്ലെങ്കിലും ഹി ഈസ് ദെയർ. അതിന്റെ ആവശ്യമില്ല. അതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ്. അത് പറഞ്ഞിട്ടും മിണ്ടിയിട്ടുമല്ല എന്ന് വെച്ചാൽ ആ ഒരു വളർച്ചയിലോട്ട് എത്തണ്ട. അത് കഴിഞ്ഞ് എനിക്ക് എന്താണെന്നറിയില്ല. പിന്നെ എന്റെ അച്ഛച്ച പറഞ്ഞ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. ഈ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ഒരു മൗണ്ടനിലോട്ട് ഇങ്ങനെ പോവുക. അവര് ആ മൗണ്ടന്റെ മുകളിൽ എത്തുമ്പം ഒരു കാഴ്ച ഇങ്ങനെ അവരെ കൊണ്ടുപോകുന്ന ഒരു ഗൈഡ് കാണിച്ചു കൊടുക്കും. അപ്പം ആ കാഴ്ച, അപ്പം കുറെ പേര് ഇങ്ങനെ പോന്നു. ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് ഗൈഡ് അവരെ നിർത്തിയിട്ട് കാഴ്ച കാണിച്ചു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. അവര് ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, സെൽഫി എടുക്കും. എന്നിട്ട് കുറച്ചു നേരമൊക്കെ അവരെ വെയിറ്റ് ചെയ്തിട്ട് അവർ തിരിച്ച് ആ മൗണ്ടനിൽ താഴോട്ട് ഇറങ്ങിപ്പോവും. അപ്പൊ ഒരാള് പറയും, ഞാൻ ഈ ഗൈഡിനോട് പറയും, ഞാൻ ശരിക്കും വലിയ ബ്യൂട്ടി ഒന്നും കണ്ടില്ല എന്ന് പറയും, എനിക്കിത് വലിയ ബ്യൂട്ടി ആയിട്ട് തോന്നിയില്ല എന്ന് പറയും. അപ്പം ഈ ഗൈഡ് പറയും, ഒരു കാര്യം ചെയ്യ്, ഒരു 1 hour ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയും, എന്നിട്ട് പോരാൻ പറയും. അപ്പം ഈ മനുഷ്യൻ മാത്രം അവിടെ 1 hour വെയിറ്റ് ചെയ്ത് അപ്പത്തേക്കും ആ മിസ്റ്റ്, അവിടെ ഉണ്ടായിരുന്ന ആ മിസ്റ്റ് അങ്ങ് ക്ലിയർ ആവും. ക്ലിയർ ആവുമ്പോൾ ശരിക്കും ആ ബ്യൂട്ടി കാണുന്നേ, ശരിക്കും ആ ഭംഗി അപ്പോഴാ കാണുന്നേ. അപ്പൊ ശരിക്കും നമ്മളുടെ എല്ലാം ക്രിസ്ത്യൻ ലൈഫ് എന്ന് വെച്ചാൽ ആ സ്റ്റോറി പോലെയാ. നമ്മള് ശരിക്കും കർത്താവിന്റെ ബ്യൂട്ടി കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ആ സ്പോട്ടിൽ അങ്ങ് നമ്മളിപ്പോ നിൽക്കുന്ന സ്പോട്ടിൽ അങ്ങ് നിന്ന് അവിടെ ആസ്വദിക്കരുത്.
പിന്നെയും നമുക്ക് പോകാനുണ്ട്, ഒത്തിരി പോകാനുണ്ട്. അപ്പം പിന്നെയും പിന്നെയും ദാഹിക്കുന്നവർക്ക് പിന്നെയും കൊടുക്കും. അപ്പൊ ഇങ്ങനെയാ എന്നോട് ദൈവം സംസാരിക്കുന്നെ. ദൈവത്തിന്റെ വലിയ കരുണയാ. നടത്തുന്ന എവറിത്തിങ്, എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ വലിയ ഹാൻഡ് എനിക്ക് കാണാം. ഒരു എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കുട്ടിയെ എങ്ങനെയാ നടത്തുന്നത് അതുപോലെ ദൈവം എന്നെ നടത്തുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങളോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ഞങ്ങളെ ഹോൾ ഫാമിലിയോട് ദൈവം കരുണയോടെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഒരു മരണം എന്ന് വെച്ചാ ഒരു എല്ലാം തീർന്ന ഒരു അവസ്ഥ. ഒരിക്കലും അല്ല. നമുക്ക് ആ അപ്പുറത്തെ ലൈഫ് എന്താന്ന് നമുക്ക് അറിയാത്തോണ്ടാ ഈ സങ്കടം. പക്ഷെ എന്റെ അച്ഛൻ റെസ്റ്റിലാ, കർത്താവിന്റെ റെസ്റ്റ് ആഗ്രഹിച്ച ഒരാളാ. ആ റെസ്റ്റിലാ. ഈ ഭൂമിയില് നമ്മളെ ഈ കഷ്ടങ്ങളെ സഹിച്ച് ഇവിടെ ഇങ്ങനെ പോവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അച്ഛനെ ആ സ്വസ്ഥതയിലോട്ട് പ്രവേശിപ്പിച്ചു. നമുക്കെല്ലാം ഒരു സ്വസ്ഥത വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഭൂമിയിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരിക്കലും നിങ്ങൾ മരണത്തിനെ എല്ലാം തീർന്നു എൻഡ് ആയിട്ട് ഒരിക്കലും കാണരുത്. അതൊരു ഭയങ്കര ബിഗിനിങ് ആണെന്ന് തന്നെ വിചാരിക്കണം. ഇവിടെ നമ്മള് ആ ഭൂമിയിൽ ആയിരിക്കുന്നവർക്കും ആ പ്രത്യാശ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. താങ്ക് യു.